3 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ദുരൂഹതകൾ മാത്രം അവശേഷിപ്പിച്ച് ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച ഫയൽ CBI ഇവിടെ അവസാനിപ്പിക്കുന്നത്. അന്വേഷണത്തിൽ ഒരു വിവരവും ലഭിച്ചില്ലെന്ന് കാട്ടിയാണ് CBI കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത്. പുതിയ വിവരങ്ങൾ ലഭിക്കാതെ അന്വേഷണം സാധ്യമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ലോക്കൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. ആദ്യ 48 മണിക്കൂറിൽ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. നിർണായക സമയമാണ് പോലീസ് പാഴാക്കി കളഞ്ഞത്. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ തിരോധാനത്തിൽ പങ്കില്ല. രണ്ടുപേരെ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും വിവരങ്ങൾ ലഭിച്ചില്ല. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന പോലീസിന്റെ നിഗമനവും CBI തള്ളിക്കളയുന്നു. 2018 മാർച്ച് 22-നാണ് പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശി ബിരുദ വിദ്യാർത്ഥിയായ ജസ്നയെ കാണാതാകുന്നത്. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പിന്നീട് ഒരു വിവരവുമില്ല. അന്വേഷണത്തിൽ ജസ്ന ബന്ധുവീട്ടിലെത്തിയിട്ടില്ല എന്ന് വ്യക്തമായി. എരുമേലി ബസ് സ്റ്റാൻഡിലെത്തിയതിന് തെളിവായി ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പിന്നീട് എങ്ങോട്ടു പോയി എന്നതാണ് അജ്ഞാതം. ആദ്യം വെച്ചുച്ചിറ പോലീസും പിന്നീട് പ്രത്യേക സംഘവും അന്വേഷിച്ചു. പത്തനംതിട്ട കോട്ടയം മേഖലയിലെ വനപ്രദേശങ്ങൾ ആകെ അരിച്ചുപെറുക്കി. ഒരു പ്രയോജനവും ഉണ്ടായില്ല. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കരിയുടെ വെളിപ്പെടുത്തൽ പ്രതീക്ഷയുണ്ടാക്കി. ജസ്ന പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ തച്ചങ്കരി അന്ന് പറഞ്ഞിരുന്നത്. കോവിഡ് ലോക്ക്ഡൌൺ കാരണം പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോക്ക്ഡൌണിന് ശേഷം അന്വേഷിച്ചു പോകാം എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്നെടുത്ത നിലപാട്. പക്ഷേ പിന്നീട് അത് സംബന്ധിച്ച് മൗനമായിരുന്നു. അതിനപ്പുറം കേസിൽ ഒരു പുരോഗമനവും ഉണ്ടായില്ല. തുടർന്നാണ് ബന്ധുക്കൾ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം നേടിയെടുത്തത്. ജസ്ന ജീവിച്ചിരിക്കുന്നു എന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ആദ്യം തന്നെ CBI തള്ളിക്കളഞ്ഞു. പിന്നീട് പൂജപ്പുര ജയിലിലെ ഒരു തടവുകാരൻ ജസ്നയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അറിയാമെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. കൊല്ലം ജയിലിൽ വെച്ച് സഹതടവുകാരൻ പറഞ്ഞുവെന്ന ഈ വിവരവും CBI അന്വേഷിച്ചു. അതിലും കഴമ്പില്ലെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഒടുവിൽ വിദേശത്തടക്കം അന്വേഷിച്ച ശേഷം CBIയും കൈമലർത്തുകയാണ്. ജസ്ന എവിടെയെന്ന ചോദ്യം മാത്രം ബാക്കിയാകുന്നു. ഇനി CBI റിപ്പോർട്ടിൽ കോടതിയുടെ തീരുമാനമാണ് നിർണായകമാകുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.